ഹായ്, ഞാൻ അഭിലാഷ് കരിമുളയ്ക്കൽ. മഴക്കാലമൊക്കെ അല്ലേ. ഈ മഴക്കാലത്ത് കൃഷികൾക്ക് വരുന്ന പലവിധ രോഗങ്ങൾക്കും ഫലപ്രദമായി നിയന്ത്രിക്കാനുള്ള ഒരു മരുന്നിനെ കുറിച്ച് പറഞ്ഞാലോ? ഇന്ന് ഞാൻ ഒരു പുതിയ മരുന്നിനെ കുറിച്ച്, പുതിയതല്ല, കൃഷിക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന, നമ്മുടെ വീട്ടിലുണ്ടാക്കാൻ പറ്റുന്ന ഒരു കുമിൾനാശിനിയെ കുറിച്ചാണ് പറയുന്നത്. 1882 മില്ലാർഡറ്റ് എന്ന് പറയുന്ന ഒരു ബൊട്ടാണിസ്റ്റാണ് ഈ മരുന്നുണ്ടാക്കിയത്. മരുന്നിന്റെ പേര് എല്ലാവർക്കും സുപരിചിതമാണ്, ബോർഡോ മിശ്രിതം എന്നാണ്. ഈ ബോർഡോ മിശ്രിതത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മുടെ തെങ്ങിന്റെ കൂമ്പ് ചീയല്, ഓലയഴുകല്, കുരുമുളകിന് വരുന്ന അഴുകല്, അതുപോലെ അകാലിക ഇലകൊഴിച്ചില്, തിരികൊഴിച്ചില്, കുരുമുളകിന് വരുന്ന ഒരുവിധപ്പെട്ട എല്ലാ രോഗങ്ങളും കുമിൾ രോഗങ്ങളാണ്. അതേപോലെ റബ്ബറിന് അകാലിക ഇലകൊഴിച്ചില്, അതേപോലെ തന്നെ അതിന്റെ പട്ടച്ചീയല് തുടങ്ങി വാഴയുടെ മാണം അഴുകല്, അങ്ങനെ പച്ചക്കറികൾക്ക് മഞ്ഞളിപ്പ്, വാട്ടം, അഴുകൽ എന്നിങ്ങനെ വിവിധങ്ങളായ രോഗങ്ങളെ, കൃഷിയിലെ രോഗങ്ങളെ ഫലപ്രദമായി നിയന്ത്രിക്കാൻ പറ്റുന്ന ഒന്നാം തരം ഒരു കുമിൾനാശിനിയാണ് ബോർഡോ മിശ്രിതം. പലപ്പോഴും നമ്മൾ റബ്ബർ കൃഷിക്കാരാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ബോർഡോ മിശ്രിതം ഉണ്ടാക്കി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ നമുക്ക് ഈ തെങ്ങ് കൃഷിക്കും, കുരുമുളക് കൃഷിക്കും, ഇഞ്ചി കൃഷിക്കും, പച്ചക്കറി കൃഷിക്കും, വാഴ കൃഷിക്കും ഒക്കെ വരുന്ന എല്ലാത്തരം കുമിൾ രോഗങ്ങളെയും ഫലപ്രദമായിട്ട് നിയന്ത്രിക്കാൻ പറ്റുന്ന ഒന്നാം തരം ഒരു മരുന്നാണ് ഈ ബോർഡോ മിശ്രിതം. ഞാൻ നേരത്തെ പറഞ്ഞു, ഏതാണ്ട് 143 വർഷമായി ബോർഡോ മിശ്രിതം കണ്ടെത്തിയിട്ട്. പക്ഷെ 143 വർഷമായിട്ട് പോലും ഇതിനെ കവച്ചു വെക്കാൻ പറ്റുന്ന ഒരു മരുന്ന് വാസ്തവത്തിൽ കണ്ടെത്തിയിട്ടില്ല. കുമിൾ രോഗങ്ങൾക്കെതിരെ ഇത്ര ഫലപ്രദമായ ഒരു മരുന്ന് കണ്ടെത്തിയിട്ടില്ല. 10 ലിറ്റർ ബോർഡോ മിശ്രിതം ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്കൊന്ന് പഠിക്കാം. അപ്പൊ അതിന് വേണ്ടത് 10 ലിറ്റർ നല്ല ശുദ്ധജലം, നമ്മുടെ ക്ലോറിൻ കലരാത്ത ശുദ്ധജലം, കിണർ വെള്ളം. പിന്നെ വേണ്ടത് ഒരു 100 ഗ്രാം തുരിശ്, കോപ്പർ സൾഫേറ്റ്. പിന്നെ 100 ഗ്രാം നീറ്റുകക്ക, പുതിയ നീറ്റുകക്ക. ഇത്രയുമാണ് നമുക്ക് 10 ലിറ്റർ ബോർഡോ മിശ്രിതം ഉണ്ടാക്കാൻ വേണ്ടുന്ന സാധനങ്ങൾ. അതായത് തുല്യ അനുപാതത്തിൽ 1% ബോർഡോ മിശ്രിതം എന്നാണ് നമ്മൾ ഇതിനെ പറയുക. അപ്പൊ ഇതുണ്ടാക്കുന്നത്, നമ്മൾ തുരിശ് 100 ഗ്രാം എടുത്തു, കൃത്യമായി അളന്നെടുക്കണം. അളവിൽ തെറ്റാൻ പാടില്ല, കാരണം മില്ലാർഡറ്റാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. മില്ലാർഡറ്റിന്റെ കോമ്പിനേഷനാണ് ഞാൻ ഈ പറയുന്നത്. അപ്പം 100 ഗ്രാം തുരിശ് നന്നായി പൊടിച്ച് ഒരു കിഴിയിലാക്കി 5 ലിറ്റർ വെള്ളത്തിൽ തലേന്ന് തന്നെ വെള്ളത്തിൽ ഇട്ട് വെച്ചേക്കുകയാണെങ്കിൽ രാവിലത്തേക്ക് ഇത് നന്നായിട്ട് അലിഞ്ഞു കിട്ടും. പിന്നെ നീറ്റുകക്ക, ഞാൻ നേരത്തെ പറഞ്ഞ പുതിയ നീറ്റുകക്ക ആയിരിക്കണം. പുതിയ നീറ്റുകക്ക നമ്മൾ കഴിയുമെങ്കിൽ നീറ്റുകക്ക ചൂളയിൽ നിന്ന് തന്നെ വാങ്ങിക്കണം മരുന്നുണ്ടാക്കാനായിട്ട്, പുതിയത്. അപ്പം നീറ്റുകക്ക വാങ്ങിയിട്ട് അതിലെ വേവാത്ത കക്ക, കല്ലൊക്കെ ഉണ്ടാവും, അതൊക്കെ നീക്കം ചെയ്തതിന് ശേഷം കൃത്യമായിട്ട് 100 ഗ്രാം തൂക്കിയെടുക്കണം. ഈ 100 ഗ്രാം തൂക്കിയെടുത്ത കക്ക നമ്മൾ വേറെ ഒരു 5 ലിറ്റർ വെള്ളത്തിൽ ആണ് നമുക്ക് ലയിപ്പിക്കേണ്ടത്. അപ്പൊ 5 ലിറ്റർ അളന്നെടുത്തതിന് ശേഷം അതിൽ നിന്ന് 1 ലിറ്റർ എടുക്കുക. എടുത്തിട്ടൊരു മൺചട്ടിയിൽ അല്ലെങ്കിൽ മൺകലത്തിൽ വെള്ളം തിളപ്പിക്കുക. തിളച്ച വെള്ളത്തിലേക്ക് ഈ 100 ഗ്രാം നീറ്റുകക്ക ഇളക്കി ചേർക്കുക. ഇളക്കി ചേർത്ത് കഴിയുമ്പോൾ അത് ചുണ്ണാമ്പായി. ഇത് ചട്ടിയോട് അല്ലെങ്കിൽ ആ പാത്രത്തോടു കൂടി ബാക്കി വെള്ളത്തിൽ നമുക്ക് എടുത്ത് കഴുകി ഇങ്ങെടുക്കുക. അപ്പോൾ നമുക്ക് തുരിശ് ലായനി റെഡിയായി, നീറ്റുകക്ക ലായനിയും റെഡിയായി. ഇനി ഉണ്ടാക്കുന്നത്, അത് പലപ്പോഴും തെറ്റിപ്പോവാനിടയുണ്ട്. യാതൊരു കാരണവശാലും തെറ്റിപ്പോകരുത്. ഈ തുരിശ് ലായനി നീറ്റുകക്ക ലായനിലേക്ക് ഒഴിക്കണം, തിരിച്ചാവാൻ പാടില്ല. തുരിശ് ലായനി നീറ്റുകക്ക ലായനിയിലേക്ക് ഒഴിച്ചിട്ട് നന്നായിട്ട് ഇളക്കിയാണ് ബോർഡോ മിശ്രിതം ഉണ്ടാക്കുന്നത്. അപ്പോൾ ഈ ബോർഡോ മിശ്രിതം ഉണ്ടാക്കിയാൽ അതിന്റെ പെർസെൻറ്റേജ് കറക്റ്റ് ആണോ എന്നറിയാൻ നമ്മളൊരു ചെറിയ പരീക്ഷണം നടത്തണം. നമ്മുടെ ഒരു പുതിയ ബ്ലേഡ് ഒരല്പസമയം ഒന്ന് ഇതിനകത്ത് ഈ ലൈനിൽ മുക്കി വെച്ചാൽ ആ ബ്ലേഡിന്റെ വക്കില് തുരുമ്പ് പോലെ പറ്റിപ്പിടിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം അതിനകത്ത് ചെമ്പിന്റെ അംശം കൂടുതലാണ്. കോപ്പർ സൾഫേറ്റ് എന്ന് പറഞ്ഞാൽ ചെമ്പിന്റെ ഒരു സംയുക്തമാണ്. അപ്പൊ ചെമ്പിന്റെ ആധിക്യമുണ്ടെന്നാണ് മനസ്സിലാക്കേണ്ടത്. അപ്പൊ അങ്ങനെയുണ്ടെങ്കിൽ കുറച്ചും കൂടി ഈ കുമ്മായം
നീറ്റയൊക്കെ ലയിപ്പിച്ച് ഇതിലേക്ക് ഒഴിച്ചിട്ട് വീണ്ടും ഈ ബ്ലേഡ് അതിലേക്ക് മുക്കിപ്പിടിച്ച് പറ്റിപ്പിടിപ്പിക്കാത്ത രീതിയിൽ, അതായത് ഈ തിളങ്ങുന്ന ബ്ലേഡിൽ ഈ തുരുമ്പ് പറ്റിപ്പിടിക്കാത്ത അവസ്ഥയാണെങ്കിൽ അത് ഒന്നാം തരം ബോർഡോ മിശ്രിതമായി എന്നാണ്. ഈ ബോർഡോ മിശ്രിതമാണ് ഞാൻ നേരത്തെ പറഞ്ഞ രോഗങ്ങൾക്കെതിരെ ഉപയോഗിക്കേണ്ടത്. അതേപോലെ തന്നെ തെങ്ങിന്റെ കൂമ്പുചീലിന് ബോർഡോ പേസ്റ്റ് ആണ് ഉപയോഗിക്കേണ്ടത്. അപ്പം കൂമ്പുചീൽ ഉണ്ടായിക്കഴിഞ്ഞാൽ തെങ്ങിന്റെ ചോട്ടിൽ ഈ ബോർഡോ മിശ്രിതം ഒഴിക്കുന്നതോടൊപ്പം തന്നെ തെങ്ങിന്റെ ചീഞ്ഞ ഭാഗം നന്നായിട്ട് ചെത്തി വൃത്തിയാക്കി, എത്രത്തോളം ചീച്ചിലുണ്ടോ അത്രത്തോളം ചെത്തി വൃത്തിയാക്കിയതിന് ശേഷം ഇത് ബോർഡോ പേസ്റ്റ് കുഴമ്പ് തേച്ച് പിടിപ്പിക്കണം. ബോർഡോ പേസ്റ്റ് ഉണ്ടാക്കുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു 5 ലിറ്റർ വെള്ളത്തിലാണ് നമ്മൾ 100 ഗ്രാം തുരിശും വേറൊരു 5 ലിറ്റർ വെള്ളത്തിൽ 100 ഗ്രാം നീറ്റയൊക്കെ ലയിപ്പിച്ച്, ഇത് നമ്മൾ വെള്ളത്തിന്റെ അളവ് 10-1 ചുരുക്കണം. എന്ന് പറഞ്ഞാൽ ഒരു 1/2 ലിറ്റർ വെള്ളത്തിൽ 100 ഗ്രാം തുരിശ് ലയിപ്പിക്കുകയും 1/2 ലിറ്റർ വെള്ളത്തിൽ 100 ഗ്രാം നീറ്റയൊക്കെ ലയിപ്പിക്കുകയും ചെയ്യണം. എന്നിട്ട് തുരിശ് ലയിച്ച വെള്ളം ഈ നീറ്റയൊക്കെ ലയിച്ച വെള്ളത്തിലേക്ക് ഇളക്കി കുഴമ്പ് ഉണ്ടാക്കിയെടുക്കുക. അതിനെയാണ് ബോർഡോ പേസ്റ്റ് എന്ന് പറയുന്നത്. ബോർഡോ പേസ്റ്റ് ഇതേപോലെ കൂമ്പുചീലുള്ള തെങ്ങിലും ഒക്കെ വെച്ച് പിടിപ്പിക്കാം. അതേപോലെ തന്നെ റബ്ബറിനൊക്കെ പട്ട ചീലൊക്കെ ഉണ്ടാവുകയാണ്. പട്ട ചീഞ്ഞ ഭാഗമൊക്കെ ഒന്ന് ചെത്തി വൃത്തിയാക്കിയതിന് ശേഷം ബോർഡോ പേസ്റ്റ് തേച്ചിട്ട് വെള്ളം ഇറങ്ങാതിരിക്കാൻ, മഴക്കാലത്താണല്ലോ വെള്ളം ഇറങ്ങാതിരിക്കാൻ അതിന്റെ മുകളിൽ വെച്ച് ഒരു പ്ലാസ്റ്റിക് കവർ വെച്ച് നന്നായിട്ട് കെട്ടിക്കഴിഞ്ഞാൽ ഈ മുറിവ് നമുക്ക് ഈ അഴുകിയ ഭാഗം കൃത്യമായിട്ട് വരും. അപ്പോൾ ഇങ്ങനെ ബോർഡോ മിശ്രിതം കുരുമുളക് കൃഷിക്കാരെ സംബന്ധിച്ച്, ഏലം കൃഷിക്കാരെ സംബന്ധിച്ച്, ഇഞ്ചി കൃഷിക്കാരെ സംബന്ധിച്ച് മഴക്കാല സമയത്ത്, വർഷത്തിലെ മഴക്കാല സമയത്ത് ഒരു 2 തവണ അടിച്ചു കൊടുത്താൽ മിക്കവാറും എല്ലാ തരത്തിലുള്ള കുമിൾ രോഗങ്ങൾ, ഈ ഇഞ്ചിക്ക് വരുന്ന നമ്മുടെ ചീയൽ രോഗം, മൂട് ചീഞ്ഞു പോകുന്നതൊക്കെ മാറും. അതുപോലെ തന്നെ ഏലത്തിന് വരുന്ന ചീയൽ രോഗങ്ങളൊക്കെ മാറിപ്പോകും. അപ്പൊ ഏറ്റവും ഫലപ്രദമായ ഒരു കുമിൾനാശിനിയാണ് ബോർഡോ മിശ്രിതം. പക്ഷെ അത് ഉണ്ടാക്കുന്നത് കൃത്യമായിരിക്കണം, അല്ലെങ്കിൽ നമുക്ക് ഒരു ഗുണവും ഉണ്ടാകത്തില്ല. അപ്പം ഓർക്കുക, മില്ലാർഡറ്റ് എന്ന് പറയുന്ന ശാസ്ത്രജ്ഞനാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ കോമ്പിനേഷൻ ഇതാണ്. 1882 കണ്ടെത്തിയ 143 വർഷം പഴക്കമുള്ള ഈ മരുന്നിനെ, കുമിൾനാശിനിയെ പകരം വെക്കാൻ വാസ്തവത്തിൽ ആധുനികമായിട്ടുള്ള ഒരു മേൽത്തരം ഒരുപാട് കുമിൾനാശിനികൾ ഉണ്ടെങ്കിൽ പോലും, പക്ഷെ അതിനേക്കാളൊക്കെ ഏറ്റവും ഫലപ്രദമാണ്, നമുക്ക് വീട്ടിലുണ്ടാക്കാൻ പറ്റുന്നതാണ്. നമസ്കാരം, എൻ്റെ പേര് ജൂബിച്ചൻ ആനത്തോട്ടം. എൻ്റെ വീട് എലിക്കുളം പഞ്ചായത്ത്, കോട്ടയം ജില്ല എലിക്കുളം പഞ്ചായത്തിലാണ് എൻ്റെ വീട്. ഞാൻ 35 വർഷമായിട്ട് കൃഷി രംഗത്തുണ്ട്. ആരംഭകാലം തൊട്ട് എനിക്ക് ബോർഡോ മിശ്രിതത്തിൽ നല്ല വിശ്വാസമാണ്. കൊടിക്കും അതുപോലെ ജാതിക്കും എല്ലാം ഓരോ 40 ദിവസം കൂടുമ്പോൾ മഴക്കാലത്ത് അടിച്ചു കൊടുത്താൽ അതിൻ്റെതായ ഗുണം 40 ദിവസമേ കിട്ടുള്ളൂ. ഇതിൻ്റെ മരുന്നിൻ്റെ ഗുണം കിട്ടുന്നത് 40 ദിവസത്തേക്കേ ഉള്ളൂ. അത് കഴിഞ്ഞ് വീണ്ടും അടിച്ചു കൊടുക്കണം. പിന്നെ കുമിൾനാശിനിയാണിത്. ഈ കുമിൾനാശിനി തുരിശും കക്കായുമാണ് ഇതിൻ്റെ ഘടകങ്ങൾ. മഴക്കാലത്ത് 2-3 ട്രിപ്പ് ഞങ്ങൾ ജാതിക്ക് സ്പ്രേ ചെയ്യാറുണ്ട്. അപ്പോൾ വളരെ ഗുണപ്രദമായ രീതിയിലാണ് നമുക്കിതുവരെ അനുഭവപ്പെട്ടിരിക്കുന്നത്. നമ്മൾ ബോർഡോ മിശ്രിതം എപ്പോഴും പ്രയോഗിക്കേണ്ട മഴക്കാല ആരംഭത്തിലും മഴയുടെ സമയത്തുമാണ്. മഴയുടെ സമയത്ത് നമ്മൾ ചെയ്യുമ്പോൾ ബോർഡോ മിശ്രിതത്തിൽ പശ കൂടി ചേർത്ത് ചെയ്യണം. അല്ലെങ്കിൽ മഴ പെയ്ത് ഉടൻ തന്നെ നമ്മൾ ഈ മരുന്ന് നഷ്ടപ്പെട്ടു പോകും. അപ്പം അങ്ങനെ വരാതിരിക്കാൻ പശ ചേർക്കണം. പലതരം പശകൾ വിപണി വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ പശ കൂടി ചേർത്താൽ പെട്ടെന്നൊരു മഴ പെയ്താലും അത് ഒലിച്ചു പോവില്ല. അപ്പോൾ പശ ചേർത്ത് വേണം നമ്മൾ ബോർഡോ മിശ്രിതം പ്രയോഗിക്കേണ്ടതെന്ന് കൂടി ഓർത്തു വെക്കണം. പലതരത്തിലുള്ള പശകൾ നമുക്ക് വിപണി വാങ്ങിക്കാൻ കിട്ടും. പിന്നൊരു കാര്യം ശ്രദ്ധിക്കാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ബോർഡോ മിശ്രിതം ഉണ്ടാക്കിയാൽ അന്ന് തന്നെ ഉപയോഗിക്കണം. യാതൊരു കാരണവശാലും 2 മിശ്രിതം വെവ്വേറെ വെച്ചാൽ കുഴപ്പമില്ല. പക്ഷെ ഒരുമിച്ച് ചേർത്ത് ഉണ്ടാക്കി കഴിഞ്ഞാൽ അന്ന് തന്നെ നമ്മളത് ഉപയോഗിക്കണം. പിറ്റേ ദിവസത്തേക്ക് മാറ്റി വെച്ചാൽ അതിൻ്റെ ഔഷധത്തിൻ്റെ ഗുണം കുറഞ്ഞു പോകും. അപ്പോൾ ആ കാര്യം നമ്മൾ ശ്രദ്ധിക്കണം.